الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷം 10 വർഷത്തിനിടയിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ പരിപൂർണമായ രൂപം എന്താണ് എന്നതും മനുഷ്യരാശിക്ക് നിർമ്മിച്ച് കാണിച്ചു കൊടുക്കുകയുണ്ടായി. എങ്ങനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സമൂഹം ജീവിക്കുക, അവരുടെ സ്വഭാവവും സംസ്കാരവും ഏത് രൂപത്തിലുള്ളതായിരിക്കും, അവരുടെ സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കും, അവരുടെ വ്യക്തിപരവും കുടുംബപരവുമായ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്ന് ഒരു മാതൃകാ സമൂഹത്തെ നിർമ്മിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഒരു വെളിച്ചമായി അതിനെ അവതരിപ്പിക്കുകയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. തൻ്റെ നിയോഗത്തിൻ്റെ ലക്ഷ്യം മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞു എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് തൻ്റെ അനുചരന്മാരെ, കഴിയുന്നത്ര അനുയായികളെ കൂട്ടിക്കൊണ്ട് ഇസ്ലാമിലെ ഏറ്റവും വലിയ സാമൂഹിക കർമ്മങ്ങളിൽപ്പെട്ട ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദ് 25-ന് മക്കയിൽ നിന്ന് ഒരു പരസ്യ പ്രസ്താവനയോടുകൂടി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും 10,000 തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി മദീനയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ സംബന്ധിക്കുകയും ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ഏറ്റവും വലിയൊരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ മാതൃക ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും തൻ്റെ അനുയായികൾക്ക് ഇനിയും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ ഈ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കാൻ പ്രാപ്തമായ ഒരു വലിയ ഒരു സമൂഹത്തെ സജ്ജീകരിക്കുകയും ചെയ്യുക എന്നായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഈ സുപ്രധാനമായ ഇബാദത്ത്, ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത്, ആ ഇബാദത്തിന്റെ സന്ദർഭമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത്.
കാരണം ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളുടെയും സാരാംശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. നമസ്കാരമാവട്ടെ, സകാത്താവട്ടെ, നോമ്പാകട്ടെ, ജിഹാദാവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട ബാധ്യതകളാവട്ടെ, ഒരു വ്യക്തി ഇസ്ലാമിന് വേണ്ടിയിട്ട് സർവസ്വം സമർപ്പിക്കുന്ന രീതിയിലുള്ള ത്യാഗപരിശ്രമങ്ങളാവട്ടെ, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഒരു ശരിയായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ രീതിയിലുള്ള ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇത് മുഖേന ചെയ്യുന്നത്. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000 വരുന്ന തന്റെ അനുയായികളും ഒത്തുകൊണ്ട് ഈ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുകയുണ്ടായി. ഹിജ്റ 10ാം വർഷത്തിൽ. ചരിത്രത്തിൽ അതിനെ നാം ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ് എന്ന് പേര് വിളിക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാ അനുയായികളെയും തന്റെ മുന്നിൽ ഒന്നിച്ചു കിട്ടുന്ന സന്ദർഭമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ആ അറഫാ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് സുപ്രധാനമായ ചില വസിയ്യത്തുകൾ നൽകുകയുണ്ടായി. വളരെ പ്രധാനമായ വസിയ്യത്താണ് തന്റെ ഉമ്മത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഈ വലിയ ഒരു പ്രതിനിധി സംഘത്തോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മനുഷ്യ സമത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു. എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ്. അവർക്കിടയിലുള്ള ഉച്ചനീചത്വങ്ങൾ, ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ള രൂപത്തിലുള്ള പരിഗണനകൾ, തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്ന സങ്കല്പങ്ങൾ, ഇതൊക്കെ ജാഹിലിയത്തിൻ്റെതാണ്, അനിസ്ലാമികമാണ്. അതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. നിങ്ങളെല്ലാം ഏകോദര സഹോദരന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, കുലീനനുണ്ട്, മഹാദരിദ്രരായ ആളുകളുണ്ട്, അടിമകളുണ്ട്, ഉടമകളുണ്ട്, സമ്പന്നരായ ആളുകളുണ്ട്, എല്ലാ തരക്കാരുമുണ്ട്. അവരോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാം ഒരേ ഒരു മാതാപിതാക്കളുടെ സന്താനം. നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ആദമാണ്. നിങ്ങളെല്ലാവരും ഒരേ ഒരു ഉമ്മയിൽ നിന്ന്, ഒരേ ഒരു മൂലകത്തിൽ നിന്ന് ഉണ്ടായവരാണ്. മണ്ണാണ് നിങ്ങളുടെ അസൽ എന്ന യാഥാർത്ഥ്യം അവരെ പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മനുഷ്യജീവന് പവിത്രതയുണ്ട്. ഈ മനുഷ്യജീവനെ അകാരണമായി കൊന്നുകളയുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്. ലോക ചരിത്രത്തിൽ തങ്കലിപികളിൽ എല്ലാ കാലത്തും എഴുതി വെക്കേണ്ട ഈ മഹത്തായ സന്ദേശം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിച്ചു. ഇന്ന ദിമാഅക്കും വ അംവാലക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. നിങ്ങളുടെ രക്തം അത് പവിത്രമാണ്. ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ നാട്, ഇന്നത്തെ ഈ മാസക്കാലം അത് എത്ര കണ്ട് പവിത്രമാണോ അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ രക്തം. മനുഷ്യ സമൂഹത്തിന്റെ രക്തം അകാരണമായി ചിന്തരുത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ ഉപദേശിച്ചു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലിശ എന്ന് പറയുന്നത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്, അനിസ്ലാമികത്വത്തിന്റെ സ്വഭാവമാണ്, ചൂഷണമാണ്. അത് ഹറാമായ സമ്പാദ്യമാണ്. ആ ഹറാമായ സമ്പാദ്യം പലിശ ഒരിക്കലും തന്നെ നിങ്ങൾ തിന്നാൻ ഇടവരരുത്. ആ ജാഹിലിയത്തിന്റെ പലിശയെ മുഴുവൻ തന്നെ ഞാൻ കുഴിച്ചുമൂടിയിരിക്കുന്നു. എന്റെ അനുയായികൾക്കും എന്റെ ഈ സന്ദേശത്തെ മുറുകെ പിടിക്കുന്നവർക്കും എന്റെ ഈ സംസ്കാരത്തിന്റെ വക്താക്കൾക്കും അതൊരിക്കലും ചേർന്നതല്ല. അതുകൊണ്ട് പലിശയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, സ്ത്രീകളോട് നിങ്ങൾ ആദരവോടുകൂടി പെരുമാറണം, സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കണം, നല്ല രീതിയിൽ അവരോട് പെരുമാറണം, അവരുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മാനിക്കണം, അവരെ നിങ്ങൾ പീഡിപ്പിക്കരുത്. വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണം, നല്ല പെരുമാറ്റം വേണം, നല്ല രൂപത്തിൽ അവരെ സംരക്ഷിക്കണം, അവരെ നിങ്ങൾ ആദരിക്കുകയും അവർക്ക് ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തതായ അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, ഖുർആനും സുന്നത്തുമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വേർപെട്ടാലും ഇവിടെ അവശേഷിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമായി നിലകൊള്ളേണ്ട ശക്തി കേന്ദ്രങ്ങൾ. ആ ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിട പറയും, അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപഴച്ചു പോവുകയില്ല, അത് അള്ളാന്റെ കിതാബും എന്റെ ചര്യയുമാണ്. ഇങ്ങനെ തന്റെ അനുയായികൾക്ക് കാലാകാലം മുതൽക്കൂട്ടായി വർത്തിക്കേണ്ടതും വളരെ പരമപ്രധാനവും ചരിത്രത്തിൽ എന്നെന്നും തന്നെ ഓർമ്മിക്കപ്പെടേണ്ടതും പിന്തുടരപ്പെടേണ്ടതുമായ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് ഈ അറഫ ദിവസം നൽകുകയുണ്ടായി. ആ പ്രസംഗത്തെയാണ് നമ്മൾ ഖുതുബത്തുൽ വിദാ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ അനുസ്മരിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിനായിരങ്ങൾ വരുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങളോളം വരുന്ന തന്റെ അനുയായികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദീനിന്റെ സാരാംശങ്ങളും ഈ സംസ്കാരത്തിന്റെ മൂലശിലകളും എന്താണ് എന്ന് പഠിപ്പിക്കുകയും അത് പിന്തുടരാനും മുറുകെ പിടിക്കാനും അവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം ഹജ്ജ് നിർവഹിച്ച് ദുൽഹജ്ജ് മാസം ഒരു 15-16 ആകുന്നതോടുകൂടി മദീനയിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. തന്റെ കയ്യിൽ നിന്ന് വലിയ ഒരു ബാധ്യത താൻ അഴിച്ചുവെച്ചു എന്നുള്ള ഒരു സമാധാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ സന്ദേശം എല്ലാവർക്കും ഞാൻ എത്തിച്ചു കൊടുത്തു, അതിന് ഈ ജനസമൂഹം സാക്ഷികളാണ് എന്ന് അള്ളാഹുവോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ എത്തിച്ചു തന്നില്ലേ എന്ന് അവരോട് ചോദിക്കുകയും അലാ ഹൽ ബല്ലഗ്തു എന്ന് അവരോട് ചോദിക്കുകയും നാം ബല്ലഗ്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു എന്ന് അവരെല്ലാവരും ഏകസ്വരത്തിൽ മറുപടി പറയുകയും ചെയ്യുന്ന രംഗങ്ങളും ഈ വേളകളിൽ ഉണ്ടായതായി നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം നിർവഹിച്ച ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഈ ദിവസങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല ആ സന്ദർഭത്തിൽ അറഫായിൽ വെച്ചുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആ ആയത്ത് അവതീർണമായത്. ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു, അള്ളാഹുവിന്റെ കാരുണ്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലുള്ള ഈ ആയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർക്ക് ലഭിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ദീന് പൂർണ്ണമായി കഴിഞ്ഞാൽ ഏത് വസ്തുവും അതിന്റെ പൂർണ്ണത പ്രാപിച്ചാൽ പിന്നീട് അതിന്റെ അവസാനമാണ്, സമാപനമാണ്. അപ്പോൾ ദീന് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങാനുള്ള സന്ദർഭമായി എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്നതും നിറകണ്ണീരൊഴുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ദിവസങ്ങൾ തന്റെ ദൗത്യം കൂടുതൽ കൂടുതൽ ശക്തിയായും കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിലും നിർവഹിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിന് ശേഷം അങ്ങനെ മുഹറം മാസവും സഫർ മാസവും ഒക്കെ റസൂൽ തിരുമേനിയുടെ ചില പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കടന്നു പോകുന്നു.
ഈ കാലഘട്ടങ്ങളിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ ദീനീ പ്രബോധനത്തിന് വേണ്ടി പല പ്രദേശങ്ങളിലേക്കും അയക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ അതിനായി നിയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില രോഗം, കഠിനമായ തരത്തിലുള്ള ശാരീരികമായ അസ്വാസ്ഥ്യവും വേദനയും അനുഭവപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലക്കും ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിന്നോ പിന്തി നിൽക്കാറുണ്ടായിരുന്നില്ല. നബിയുടെ വീട് പള്ളിയോട് ചേർന്നാണ്. അവിടെ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അസഹ്യമായ രീതിയിലുള്ള ശാരീരികമായ വേദനയും പനിയും അങ്ങനെയുള്ള പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെട്ടപ്പോൾ പള്ളിയിലേക്ക് പോകുവാനും നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുവാനും സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെടുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, മുറു അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറയൂ അദ്ദേഹം ഇമാമത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കട്ടെ, ഇമാമായിക്കൊണ്ട് അബൂബക്കറിനോട് നമസ്കരിക്കാൻ പറയൂ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയുണ്ടായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇമാമായി നമസ്കരിക്കുക എന്നുള്ളത് വളരെയേറെ പ്രയാസകരമായി അനുഭവപ്പെട്ടു. അതിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില പ്രയാസങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹായും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അനിയന്ത്രിതമായ രീതിയിൽ തന്റെ കരച്ചിലിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണ്, അതുകൊണ്ട് വേറെ ആരെയെങ്കിലും നിർത്തുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു നോക്കിയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറു അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് തന്നെ പറയൂ ജനങ്ങൾക്ക് ഇമാമത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കട്ടെ എന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇമാമത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് രണ്ടാളുടെ ചുമലിൽ ഇങ്ങനെ കൈയും വെച്ചുകൊണ്ട് തിരുമേനിയെയും വഹിച്ചുകൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അല്പസമയം പിന്നോട്ട് മാറുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് നബിയെ പിന്തുടരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി ആളുകൾ, അദ്ദേഹത്തെയാണ് പിറകിലുള്ള ആളുകൾക്ക് കാണുന്നത്, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരത്തെയും പിന്തുടരുന്നു. ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനമായി പള്ളിയിൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നമസ്കരിക്കുകയും ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയും ചെയ്തത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിന്നീട് തീരെ അവശമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും കൂടുതലായി ഒന്നും തന്നെ അനങ്ങാനോ അല്ലെങ്കിൽ ചലിക്കാനോ നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത രീതിയിലുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, അല്ലാഹുവേ എന്നോട് നീ കാരുണ്യം കാണിക്കണമേ, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, നിന്റെ അത്യുന്നതമായ ആ സമീപത്തേക്ക് എന്നെ നീ ഉയർത്തുകയും ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശാരീരികമായ അവശതയും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ കാണുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അവര് വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് എന്ത് പ്രയാസമാണ് ഈ അനുഭവപ്പെടുന്നത് എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ലാ ഖുർബ അലാ അബീകി ബഅദൽ യൗം, ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് ഒരു പ്രയാസവും അനുഭവപ്പെടുകയില്ല എന്ന്. ഇത് അവസാനത്തെ ദിവസമാണ്, ഈ ഒരു ദിവസത്തോടുകൂടി എന്റെ എല്ലാ ദുഃഖവും തീരും എന്ന് തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹായോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ
ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും അതേ റബീഉൽ അവ്വൽ 12-ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതോ ആയ ഒരു കാര്യമായിരുന്നില്ല. പലരും പല രൂപത്തിലാണ് അതിനോട് പ്രതികരിച്ചത്. ചില ആളുകളുടെ സംസാരശേഷി തന്നെ പറ്റേ നശിച്ചു പോകുന്നു. വേറെ ചില ആളുകൾക്ക് എന്തോ തരത്തിലുള്ള ഒരു മനോവിഭ്രാന്തി ബാധിക്കുന്നു, എന്തോ തരത്തിലുള്ള ഒരു സ്വയംബോധം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വേറെ ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയില്ല, മൂസാ നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിന്റെ അടുത്തേക്ക് വേദഗ്രന്ഥം വാങ്ങാൻ വേണ്ടി പോയതുപോലെയുള്ള ഒരു അനുഭവമാണിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ള രൂപത്തിൽ പറയുന്നു. ഇങ്ങനെ പല ആളുകളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധിക്കാതെ കണ്ട് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നതും പല രൂപത്തിലും പ്രതികരിക്കുന്നതുമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരെയുള്ള സ്ഥലത്തായിരുന്നു ആ ദിവസം. തലേ ദിവസം അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് നിന്ന് പോയതാണ്. കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ഈ വിവരം കിട്ടിയത്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തുറന്നു നോക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിക്കുകയും ചെയ്തതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശാന്തനായി കൊണ്ട് പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദു റബ്ബ മുഹമ്മദിൻ ഫഇന്ന റബ്ബ മുഹമ്മദിൻ ഹയ്യുൻ ലാ യമൂത്ത്. ആരാണ് മുഹമ്മദിനെ ഇബാദത്ത് ചെയ്തിരുന്നത് എങ്കിൽ, ആരാണ് മുഹമ്മദിന് ആരാധനകൾ അർപ്പിച്ചിരുന്നത് എങ്കിൽ ആ മുഹമ്മദ് ഇതാ മരിച്ചു കഴിഞ്ഞു. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദു റബ്ബ മുഹമ്മദിൻ, ആരാണ് മുഹമ്മദിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് എങ്കിൽ, മുഹമ്മദിന്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ടും അവന് കീഴ്പ്പെട്ടുകൊണ്ടും ആരാണ് ജീവിക്കുന്നത് എങ്കിൽ ഫഇന്ന റബ്ബ മുഹമ്മദിൻ ഹയ്യുൻ ലാ യമൂത്ത്, മുഹമ്മദിന്റെ റബ്ബ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും തന്നെ മരണമില്ല. അതുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ മനുഷ്യൻ, അത് മരിച്ചു കഴിഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് സഹാബികളെ ഓതി കേൾപ്പിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില അൻഖലബ്തും അലാ അഖാബിക്കും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ആ മുഹമ്മദിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില അൻഖലബ്തും അലാ അഖാബിക്കും, ആ മുഹമ്മദ് അഥവാ മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുക തന്നെയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെല്ലാവരും പിന്നീട് പിറകോട്ട് മാറുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. അതേ അവസരത്തിൽ ഇനി ആരെങ്കിലും പിന്മാറിയാൽ അതുകൊണ്ട് അള്ളാഹുവിന് വല്ല ദോഷവുമുണ്ടോ? അള്ളാഹുവിന് അതുകൊണ്ടൊരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. ഈ രീതിയിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം അർത്ഥശങ്കയ്ക്ക് വകയില്ലാത്ത വിധം പരിശുദ്ധ ഖുർആനിൽ വേറെയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, താങ്കൾ മരിക്കുന്നവനാണ് അവരും മരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിനക്ക് മുമ്പ് ഒരാൾക്കും ശാശ്വതീകത്വം നാം നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ എല്ലാവർക്കും മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമായ ഒരു വിധിയാണ് എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ സഹാബികൾക്ക് പലർക്കും ഇത് അറിയാം, ഈ സന്ദർഭത്തിന്റെ ഗൗരവവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെയും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ മഹാവ്യക്തിത്വം അത് ഇതോടുകൂടി അപ്രത്യക്ഷമായി പോവുകയാണല്ലോ, ആ ജീവിതത്തിന് വിരാമം വരികയാണല്ലോ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഉള്ള പ്രയാസം, ആ മാനസികമായ പിരിമുറുക്കം, ഇതായിരുന്നു അവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തത്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉറച്ച നിലപാട്, ശാന്തമായ ഉറച്ച ശക്തമായ ഒരു നിലപാട്, അത് ഉണ്ടായപ്പോഴാണ് പല സഹാബിമാർക്കും അവർക്ക് അവരുടെ വിവേകം വീണ്ടും ഉദിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് അവർക്കൊരു തിരിച്ചറിവുണ്ടാവുന്നത്. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തങ്ങൾ പെട്ടുപോയ ആശങ്കയോ സംബന്ധിച്ചോ ഒക്കെ അവർക്ക് ഒരു ശരിയായ ഒരു ബോധമുണ്ടായി തീർന്നത് ഇതോടുകൂടിയാണ്. അപ്പൊ അതോടുകൂടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് അവർ അംഗീകരിക്കുന്നു. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടൽ കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിഷയങ്ങളുമാണ് സഹാബികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായത് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് അത് ഒരു വലിയ സമൂഹവും ശക്തിയുമായി കൊണ്ട് ഇന്ന് നിലവിൽ വന്നു കഴിഞ്ഞു. ഈ സമൂഹത്തിന് അതിൻ്റെതായ ഒരു നേതൃത്വവും ആ നേതൃത്വത്തിന് കീഴിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുമുണ്ട്. ഒരു നേതൃത്വമില്ലായ്മയും ഒരു വ്യവസ്ഥയില്ലായ്മയും ഒരിക്കലും ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് സഹാബിമാർ സഖീഫത്തു ബനി സാഇദ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും മുസ്ലിമീങ്ങളുടെ ഖലീഫയുടെ തെരഞ്ഞെടുപ്പ്, മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഇനി ആരെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം അവർ ആലോചിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൻസാറുകളും മുഹാജിറുകളുമായ പ്രധാനികളായ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് ഇനി മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്ത് നേതൃത്വം, ആ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കേണ്ടതുണ്ട്. മഹാന്മാരായ നമ്മുടെ ഉലമാക്കന്മാരും ഇമാമുകളുമൊക്കെ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീരം മറമാടുന്നതിന് മുമ്പ് ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയും ആവശ്യകമായ തീരുമാനവും അതാണ് മുമ്പിൽ ചെയ്യേണ്ടത് എന്ന് സഹാബത്ത് ഏകകണ്ഠമായി മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അത് ഈ നേതൃത്വത്തെയും ആ നേതൃത്വത്തിന്റെ ഘടനയെയും ആസ്പദമായിട്ടാണ് നിലകൊള്ളുന്നത്. അങ്ങനെ ഒരു നേതൃത്വമില്ലാത്ത ഒരു സാഹചര്യം, ഒരു ഖിലാഫത്തില്ലാത്ത ഒരു സാഹചര്യം ഈ സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മറമാടുന്നതിന് മുമ്പേ മുസ്ലിം സമൂഹത്തിന്റെ ഇമാറത്തിലേക്കുള്ള അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കണം, അതിന് പറ്റിയ ആളെ തെരഞ്ഞെടുക്കണം എന്ന കാര്യത്തിന് സഹാബത്ത് മുൻഗണന നൽകിയത് എന്ന് നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ആ ചർച്ചയുടെയും, അത് വേറെ ഒരു വിഷയമാണ്, ആ ചർച്ചയുടെയും അതിലുള്ള വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളുടെയും എല്ലാം അവസാനത്തിൽ ഏകകണ്ഠമായി അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിക്കൊണ്ട് തെരഞ്ഞെടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി എന്നുള്ള അർത്ഥത്തിൽ ഖലീഫത്തു റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഗാമി എന്നുള്ള രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹാബികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായി ചർച്ച ചെയ്തു. ആ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ എവിടെയാണ് മരിച്ചത് എങ്കിൽ അവിടെ തന്നെയാണ് അദ്ദേഹത്തെ മറമാടേണ്ടത് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വസതിയിലായിരുന്നു രോഗബാധിതനായിട്ട് കിടന്നിരുന്നത്. അതേ സ്ഥലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും അവിടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസ്കരിക്കുകയുമാണ് ഉണ്ടായത്. അതിനു മുമ്പായി പല ആളുകളും വരികയും എല്ലാവരും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. നമ്മുടേതുപോലെയുള്ള ഒരു കൂട്ടമായ ഒരു ജമാഅത്തായ നമസ്കാരമോ ആ രൂപത്തിലുള്ള ഒരു മയ്യത്ത് നമസ്കാരത്തിന്റെ രീതിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദർഭത്തിൽ, മരണസന്ദർഭത്തിൽ സഹാബിമാർ സ്വീകരിച്ചില്ല എന്നും വരുന്ന ആളുകളൊക്കെ ഒറ്റയായും കൂട്ടമായും തറ്റയായും ഒക്കെ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പിന്തുടർന്നു വന്നത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഖബറിടത്തിൽ ഇറങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടുന്നതിന് നേതൃത്വം വഹിച്ചത്
അലി റളിയല്ലാഹു അൻഹും ഫളൽ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഫളലും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനും വേലക്കാരനും ആയിരുന്ന ഷക്റാൻ എന്ന് പറയുന്ന ആ സഹാബിയുമായിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63-ാമത്തെ വയസ്സിൽ തന്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷം ഈ ലോകത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടുകൂടി ഇസ്ലാമിന്റെ ഏറ്റവും അന്തിമമായ രൂപം ലോക ചരിത്രത്തിൽ സ്ഥാപിതമാവുകയും അന്ത്യപ്രവാചകൻ എന്നുള്ള ആ മഹത്തായ പദവിയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി ആ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുകയും ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ മുസ്ലിം ഉമ്മത്തിന്റെ തുടക്കം അതോടുകൂടി ഇത് സമാരംഭിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്റെ ഉമ്മത്താണ് ഈ ഏറ്റവും അവസാനത്തെ സമൂഹം. ആ ഉമ്മത്തിനെയാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ കാര്യങ്ങൾ ഇനി ഏൽപ്പിച്ചിട്ടുള്ളത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മനുഷ്യ സമൂഹത്തിന് പ്രവാചകത്വത്തിന്റെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നയിക്കാനുള്ള ആ ചുമതല ഇനി നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. അഥവാ നമ്മൾ ഓരോരുത്തരുമാണ് പ്രവാചകന്റെ പിൻഗാമികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരും തിരുമേനിയുടെ മാതൃക പിന്തുടരുന്നവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമായ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിലുള്ള ഏക മാർഗം ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പിന്തുടരുകയും ആ ദീനിനെ മുറുകെ പിടിക്കുകയും അതിന്റെ പ്രവർത്തകന്മാരും പ്രബോധകന്മാരും ആയി മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നതോടുകൂടി ഈ പ്രവാചകനോടുള്ള ബാധ്യതയുടെ നിർവഹണത്തിൽ നാം കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നവരായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിക്കുകയും ഈ വെളിച്ചം ലോകത്തിന് കൂടുതൽ ദൂരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.